വസ്വാസ് വല്ലാത്ത ഒരു രോഗമാണ്. ആ രോഗം അനുഭവിക്കുന്നവർ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ 7 തവണ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും അതിലേക്ക് മന്ത്രിക്കണം. 7 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 7 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതും ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് വെറും വയറ്റിൽ കഴിക്കണം. അത് രോഗത്തിന് ശിഫയാണ്, അത് വസ്വാസിന് ശിഫയാണ്, അത് കണ്ണേറിന് പരിഹാരമാണ്. പ്രത്യേകിച്ച് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ആ ആയത്ത് ആവർത്തിച്ചോതാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കുക. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെ മനസ്സിന് നിയന്ത്രണം കിട്ടാൻ, നമ്മൾ സ്വയം നിയന്ത്രിക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ബലാ മുസീബാത്തുകളെ തൊട്ടും നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒന്ന് മനസ്സറിന് ആമീൻ പറഞ്ഞേക്ക്. എനിക്കിപ്പോൾ വസ്വാസമൊന്നുമില്ല, എനിക്കിനി അങ്ങനെ ഒരു വസ്വാസമൊട്ട് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ ഓരോ തരത്തിലുള്ള രോഗങ്ങളാണ്. പിശാചിൻ്റെ കടന്നു കയറ്റം എങ്ങനെയാണ് വരിക എന്ന് നമുക്കറിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വസ്വാസമുള്ളവരുണ്ടല്ലോ. കുറച്ചു മുമ്പ് VK പടിയിൽ നിന്നൊരു കുടുംബം വന്നിരുന്നു. അവരുടെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമല്ലാതെ ആ ഉമ്മ കഴിക്കൂല. അനിവാര്യമായ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഉമ്മ വീട്ടിൽ നിന്നുണ്ടാക്കിയിട്ടത് കയ്യിൽ കരുതലാണ്. ഞങ്ങൾ മക്കളുണ്ടാക്കിയത് ഉമ്മാക്ക് പറ്റൂല. ഉമ്മാക്ക് ഉമ്മയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണേ പറ്റുള്ളൂ, അല്ലാത്ത ഒരു ഭക്ഷണവും കഴിക്കാൻ കഴിയില്ല. വായിലിടുമ്പോഴത്തേക്ക് ഛർദ്ദിക്കുകയാണ്. യാ അല്ലാ, വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ടൊക്കെ നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മറ്റു ചിലർക്ക് നായയുമായി ബന്ധപ്പെട്ട വസ്വാസുകൾ ഉണ്ടാകും. നായയുടെ കാര്യത്തിൽ വല്ലാത്ത വസ്വാസ്. വീടിൻ്റെ മുറ്റത്ത് കൂടെ നായ പോയാൽ മതി, പിന്നെ അവിടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പോൾ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കാല് കഴുകണം, അല്ലെങ്കിൽ കുളിക്കണം. ഇതൊക്കെ ഒരു രോഗമായി മാറി അതുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു വസ്വാസിൻ്റെ എല്ലാ ഷർറിൽ നിന്നും നമ്മളെ കാക്കട്ടെ. എപ്പോഴും നമ്മുടെ മനസ്സിന് നമ്മൾ ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മാനസിക അസ്വസ്ഥതകളെ തൊട്ടും പ്രയാസങ്ങളെ തൊട്ടും പരാജയങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. നല്ല ധൈര്യമുള്ള സ്ഥൈര്യമുള്ള റാഹത്തുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മനസ്സറിഞ്ഞാമീൻ പറഞ്ഞേക്ക് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വല്ലാതെ വരുന്ന ഒരു കേസിപ്പോൾ ശാരീരികമായ പ്രയാസത്തേക്കാൾ പലരും പലതരത്തിലുള്ള മാനസികമായ തകരാറുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ മനസ്സിനെ മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ മനസ്സിനെ നമ്മളല്ലേ നിയന്ത്രിക്കേണ്ടത്. പലപ്പോഴും ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്ന കൂട്ടത്തിൽ പലരും പറയാറുള്ളത്, വല്ലാത്ത ഒരു പേടി, വല്ലാത്ത ഒരു അസ്വസ്ഥത, വല്ലാത്ത ഒരു വെപ്രാളം, എന്തൊക്കെയോ ആപത്തുകൾ എന്നെ കാത്തിരിക്കുന്നു എന്ന ഒരു തോന്നൽ. ഈ തോന്നലാണ് വലിയ പ്രശ്നം. ഈ തോന്നലിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും നമ്മുടെ മനസ്സിനെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദിക്റുല്ലാഹി കൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, മനസ്സിന് സമാധാനമുണ്ടാക്കാൻ, മാനസിക സ്വസ്ഥത കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. ഇലാഹായ റബ്ബേ, ആ ശക്തി ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ അല്ലാ. അതുപോലുള്ളൊരു കേസാണ് വസ്വാസിന്റെ കേസ്. ഇന്നും ഒരു കുടുംബം ഇവിടെ വന്നു. സഹോദരനും ആ സഹോദരന്റെ ഭാര്യയും എന്നോട് പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്, ഈ സദസ്സിലുണ്ട്. പടച്ചോനെ, പ്രശ്നം എന്താണെന്നറിയോ? വസ്വാസ് കൊണ്ടുള്ള പൊറുതികേടാണ്. അലക്കിയിട്ട് അലക്കൽ പെട്ടെന്ന് കഴിയും, പിന്നെന്താ പറയാ, ഒലുമ്പെന്നറിയില്ലേ? അങ്ങനെ തന്നെയല്ലേ പറയാ. അവസാനം അതിൻ്റെ മുകളിലൂടെ ഒന്ന് വെള്ളമൊഴിച്ച് വൃത്തിയാക്കണമല്ലോ. ആ അവസാനം അതിങ്ങോട്ട് ഒലിമ്പിയെടുക്കുമ്പോൾ അതിൽ നിന്ന് വസ്വാസം അങ്ങോട്ട് തീരാതെ മണിക്കൂറുകളോളം കടന്ന് കഷ്ടപ്പെടുന്നൊരവസ്ഥ. അങ്ങനെയുള്ള രോഗങ്ങളും അനുഭവിക്കുന്നവർ പലരുമുണ്ട്.
ഇതൊക്കെ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ മനസ്സ് നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മുടെ മനസ്സ് നിയന്ത്രിക്കുക? അതുകൊണ്ട് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ ശീലിക്കണം. വസ്വാസവല്ലാത്ത ഒരു രോഗമാണ്. ആ രോഗം അനുഭവിക്കുന്നവർ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ 7 തവണ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും അതിലേക്ക് മന്ത്രിക്കണം. 7 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 7 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതും ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് വെറും വയറ്റിൽ കഴിക്കണം. അത് രോഗത്തിന് ശിഫയാണ്, അത് വസ്വാസിന് ശിഫയാണ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ആ ആയത്ത് ആവർത്തിച്ചോതാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കുക. എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു വസ്വാസിന്റെ എല്ലാ ഷർറിൽ നിന്നും നമ്മളെ കാക്കട്ടെ.